ായ പ്രേംജി ഭട്ടതിരിപ്പാട് സിനിമാ നടനും ഭക്തനും കവിയും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹം ഒരുപാട് നമ്മളെപ്പോലെ ഓരോരുത്തരെ പോലെയും ഒരുപാട് വ്യവഹാര ജീവിതത്തിൽ ലൗകിക ജീവിതത്തിൽ വലിയ വലിയ മുതലകൾ കടിച്ച് കഷ്ടപ്പെടുന്ന രോഗം കൊണ്ടും മറ്റു തരത്തിലുള്ള ജീവിത ക്ലേശങ്ങളെ കൊണ്ടും ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് മേൽപ്പത്തൂരിനെ പോലെ അദ്ദേഹം ഒരു ഭട്ടതിരിപ്പാട്, ഞാനും ഒരു ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ വാതരോഗം പൂർണ്ണമായി ശമിപ്പിച്ച് പരമാനന്ദം കോരി കൊട്ടയിൽ കൊടുക്കുകയാണ് ഉണ്ടായത് ഗുരുവായൂരപ്പൻ. അതുപോലെ തന്നെ എനിക്കും തരാൻ അവകാശമുണ്ട്. കാരണം ഞാനും അങ്ങോരെ പോലെ തന്നെ ശതകം ചൊല്ലിയ ആളാണ്. അങ്ങോരും ശതകം ചൊല്ലിയുണ്ട്, ഞാനും ശതകം ചൊല്ലിയുണ്ട്. ശ്ലേഷാലങ്കാരമാണ് രണ്ടർത്ഥം. അദ്ദേഹം ശതകം ചൊല്ലിയത് ശതകം അത് നാരായണീയത്തിലെ ദശകങ്ങളുടെ ശതകമാണല്ലോ അതിലുള്ളത്. അപ്പോൾ ശതകം ചൊല്ലി എന്ന് പറയാം. ഞാനും ഒരുപാട് ക്ലേശം കൊണ്ട് ശതകം ചൊല്ലി, ക്ലേശങ്ങൾ അനുഭവിച്ചു എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തുല്യരാണ്. അപ്പോൾ തുല്യരായിട്ട് ദുഃഖിതർക്ക് തുല്യമായിട്ട് വീതിക്കണ്ടേ, കൊടുക്കണ്ടേ ഗുരുവായൂരപ്പൻ. അപ്പം നിഷ്പക്ഷനായിട്ട് മേൽപ്പത്തൂരിന് എങ്ങനെ കൊടുത്തു അതുപോലെ തന്നെ എനിക്ക് തരണമെന്ന് കവി തൻ്റെ വാർദ്ധക്യത്തിൽ അങ്ങേറ്റത്തെ ക്ലേശം അനുഭവിച്ച് വയ്യാതെ കിടക്കുന്ന സമയത്ത് എഴുതിയ ഒരു പദ്യമാണ് ഗീതയുടെ നിർബന്ധപ്രകാരം ഇപ്പം ഇവിടെ ചെല്ലുന്നത്. പട്ടേരിപ്പാടു പണ്ടാസ്തുതി ദശശതകം കാഴ്ചവച്ചെന്ന് കോരിക്കൊട്ടേലല്ലോ കൊടുത്തു കനിവിനൊടവിടുന്ന് ആയുരാരോഗ്യ സൗഖ്യം ഒട്ടേറെ ദുർദശയുടെ ശതകം ചൊല്ലിയോനല്ലി ഞാൻ ഇപ്പട്ടേരിക്കും തരാവൂ ഗതശമനസുഖം സാനുപാതാനുകമ്പം.